ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ചെന്നൈ സെൻട്രലിലെ ഇന്നേജ് എക്സിക്യൂട്ടീവ് ലൗഞ്ചിലാണ്. ലൗഞ്ച് നമ്മൾ ലൗഞ്ചിലേക്ക് നമ്മുടെ IRCTC കാർഡ് ഉപയോഗിച്ച് കോംപ്ലിമെൻ്ററി ആക്സസ് ആയിട്ടാണ് കയറിയത്. നമ്മളിനിപ്പോൾ ഇവിടെ അല്പസമയത്തിനുള്ളിൽ 7:25 വിജയവാഡ ജനശതാബ്ദി കയറിപ്പോവും. അപ്പോൾ അതുവരെ ഫോണും ഇതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ആക്സസ് വഴി കയറുമ്പോൾ നമുക്ക് ഫുഡ് ഫ്രീ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സിക്യൂട്ടീവ് ലൗഞ്ചിനോട് വിട പറഞ്ഞ് നമുക്ക് നമ്മുടെ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 പോവാം. നമ്മൾ ഇൻകമിങ് തന്നെ ട്രെയിൻ നമ്പർ 12077 ചെന്നൈ സെൻട്രൽ വിജയവാഡ ജനശതാബ്ദി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്ന കണ്ടായിരുന്നു. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം 2 പോകാം. ഇവിടെ ഒരുപാട് അറൈവൽസും ഡിപ്പാർച്ചേഴ്സും നടക്കുന്ന ടൈമാണിത്. അതിനാണ് ഈ തിരക്ക് കാണുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1ഉം 2ഉം ഉള്ള ഹാള്. അതിൽ പ്ലാറ്റ്ഫോം നമ്പർ 2ലാണ് നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ഇത് ചെന്നൈ സെൻട്രലിന് ഒരു അറ്റത്താണ്. വോൾട്ടാക്സ് റോഡ് എൻഡിലാണ് ഈ 2 പ്ലാറ്റ്ഫോംസും കിടക്കുന്നത്. ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിന്. ലോക്കോ വന്നിട്ടില്ല എന്നൊന്നും കാര്യം ജനറേറ്റർ ഇപ്പോഴും ഓണാണ്. ഇതാ കിടക്കുന്നത് നമ്മുടെ ജൻശതാബ്ദി എക്സ്പ്രസ്. നമ്മുടെ കോച്ച് C1 ആണ്. ബാക്കിൽ നിന്നുള്ള ഫസ്റ്റ് കോച്ച് തന്നെയാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ കോച്ച് ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ ലോക്കോ നോക്കാൻ പോകാം. ഇതാണ് നമ്മുടെ കോച്ച് 211826C 2021 ബിൽറ്റ് കോച്ചാണ്. ഉള്ളിലേക്ക് കയറാം. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയേഴ്സാണ്. എൻ്റെ സീറ്റ് നമ്പർ 20 3 സീറ്ററിലെ വിൻഡോ സീറ്റാണ്. ഇവിടുത്തെ വിൻഡോ സീറ്റാണ് എൻ്റെ. എന്തായാലും ലഗേജൊക്കെ വയ്ക്കാം. സീറ്റിനെ പറ്റി പറയുമ്പോൾ സാധാരണ LHB AC ചെയർക്കാർ സീറ്റാണ്. 3 സീറ്ററിലെ വിൻഡോ ആണ് നമുക്ക്. അപ്പോൾ ലെഗ് റൂമൊക്കെ പതിവ് പോലെ അടിപൊളിയാണ്. സീറ്റ് ഇത്തിരി നാരോ ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് പൊക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ഭയങ്കര വൃത്തികേടാണ്. എന്തായാലും നമുക്ക് വിൻഡോയിലിരുന്ന റീൽ ഫാനിങ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എന്തായാലും കുറേ നേരമൊക്കെ ഡോറിൽ നിൽക്കാം. ഈ ട്രെയിനിന് 2 AC ചെയർക്കാർ കോച്ചുണ്ട്. C1 C2. നമ്മൾ C1ലാണ്. നമുക്കെന്നാൽ ഫ്രണ്ടിൽ പോയി നമ്മുടെ ലോക്കോ കണ്ടിട്ട് വരാം. ലോക്കോ കണ്ട് വന്നിട്ട് നമുക്ക് കുറച്ച് നേരം അതിനകത്തിരുന്ന് തണുപ്പ് കൊള്ളാം. ഇപ്പോഴത്തെ സൈഡിൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോം 2A ആണ്. 2Aയിൽ മിക്കവാറും ഇത് കോയമ്പത്തൂർ ശതാബ്ദി ആയിരിക്കണം. നമ്മൾ കോയമ്പത്തൂർ ശതാബ്ദിക്ക് ഒരു ട്രിപ്പ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 2Aയിൽ നിന്നായിരുന്നു പുറപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഈ ജനശതാബ്ദി എക്സ്പ്രസ് എന്ന് പറയുന്നത് 2002 ആരംഭിച്ചൊരു ട്രെയിനാണ് ചെന്നൈയിൽ നിന്ന് വിജയവാഡയിലേക്ക്. പക്ഷേ ഇതിൻ്റെ റൂട്ടിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്നുള്ള ഞാൻ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2Aയിൽ കിടക്കുന്നത് കോയമ്പത്തൂർക്കുള്ള ശതാബ്ദി എക്സ്പ്രസ്സാണ്. കോയമ്പത്തൂർ ശതാബ്ദിയാണ് 2Aയിൽ കിടക്കുന്നത്. നമ്മളിതിലൊരു ട്രിപ്പ് നമ്മൾ എൻഡ് ടു എൻഡ് ട്രൈ ചെയ്തായിരുന്നു. നമ്മളിന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ്സിനായിരുന്നു ട്രാവൽ ചെയ്ത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ജനശതാബ്ദി എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ റേക്കാണ്. ജസ്റ്റ് 12 സെക്കൻഡ് ക്ലാസ് ചെയർക്കാറുകളും 2 AC ചെയർക്കാറും പിന്നെ 2 ജനറേറ്റർ, അങ്ങനെ 16 കോച്ച് മാത്രമുള്ളൊരു ചെറിയ ട്രെയിനാണിത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ റൂട്ടിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇവിടുന്ന് നേരെ പോയിട്ട് ഗുഡൂർ, നെല്ലൂർ, ഒങ്കോൾ വഴി നേരെ തെന്നാലി എത്തും. തെന്നാലിയിൽ നിന്ന് നേരെ വിജയവാഡയിലേക്ക് കയറുന്നതിന് പകരം ഇതങ്ങനെ ലെഫ്റ്റ് എടുത്ത് ന്യൂ ഗുണ്ടൂർ കൃഷ്ണ കനാൽ ജംഗ്ഷൻ വഴിയാണിത് വിജയവാഡയിലേക്ക് കയറുന്നത്. അപ്പോൾ ചെറിയൊരു ഡീറ്റൂർ എടുക്കും. ആ ഡീറ്റൂർ നമ്മളിതൊരു ട്രാവൽ ചെയ്തിട്ടില്ല, നമുക്ക് പുതിയതാണ്. നമുക്കപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ലോക്കോ. ലാലാഗുഡ ഷെഡിൻ്റെ 37627 ആണ് നമ്മുടെ ലോക്കോ. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂർ ശതാബ്ദി എക്സ്പ്രസ് കിടക്കുന്നത്. അതിന് റോയപ്പുറത്തിന് 37008 ആണ് ലോക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 37627. തൊട്ടപ്പുറത്തായിട്ട് 37008 റോയപ്പുറത്തിന് കിടക്കുന്നുണ്ട്. അത് കോയമ്പത്തൂർ ശതാബ്ദി എക്സ്പ്രസ് ആണത്. കോയമ്പത്തൂർ ശതാബ്ദി എക്സ്പ്രസ്സിന് ആദ്യം പോകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറപ്പെടുക. നമുക്കത് തിരിച്ച് നടക്കാം. നമുക്കൊരു 15 കോച്ചിന് നീളം നടക്കാൻ വേണ്ടി നമ്മുടെ കോച്ചിലേക്ക്. നമ്മുടെ കണ്ണൂർ ജനശതാബ്ദിയുടെ കോച്ച് വളരെ മോശമാണ്. അതായത് സെക്കൻഡ് ക്ലാസ്സിന് കോച്ച് വളരെ മോശമാണെന്നൊരു റിവ്യൂ ഉണ്ട് പൊതു. സത്യമാണത്. അപ്പോൾ നമുക്ക് ചെന്നൈ ജനശതാബ്ദിയുടെ എങ്ങനെയാണ് നോക്കിയേക്കാം. ചെന്നൈ വിജയവാഡ ജനശതാബ്ദിയുടെ അവസ്ഥ അത് തന്നെയാണ്. അങ്ങനത്തെ ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് സിംഗിൾ സീറ്ററൊന്നുമല്ല. ഇതും ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ഒറ്റയ്ക്കല്ല. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഈ ടൈപ്പ് സീറ്റുകളാണ് ഇപ്പോൾ ചെയർക്കാർ കോച്ചുകൾക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ചെയർക്കാറിന് അപ്പോൾ ഇങ്ങനത്തെ സീറ്റാണ് അവർ സ്റ്റാൻഡർഡൈസ് ആയിട്ട് പണിയുന്നത്. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇനി അങ്ങോട്ട് നമ്മൾ കോഴിക്കോട് ജനശതാബ്ദിക്ക് കിട്ടുമ്പോഴും
അതിങ്ങനത്തെ സീറ്റ് തന്നെയായിരിക്കും. അതുപോലെ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്ക് ഇനി എന്തെങ്കിലും പുതിയ കോച്ച് കിട്ടുമ്പോഴും അത് ഈ ടൈപ്പ് സീറ്റ് തന്നെയായിരിക്കും. ഞാൻ ഈ ടൈപ്പ് സീറ്റിനെ പേടിച്ചാണ് ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ എടുക്കാണ്ട് AC ചേർക്കാറിലെടുത്തത്. കാരണം സെക്കൻഡ് ക്ലാസ് ഞാൻ റിസർവ് ചെയ്യുന്ന സമയത്ത് 1000 മേലെ സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. AC ചേർക്കാൽ വളരെ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സീറ്റ് ശരിയാവില്ല, നമുക്ക് നടുവേദനയും പ്രശ്നങ്ങളൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ സീറ്റ് ബുക്ക് ചെയ്യാണ്ട് ആദ്യമേ തന്നെ AC ചേർക്കാറങ്ങ് എടുത്തത്. അങ്ങനെ കൃത്യം 7:25 നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് ടുവേർഡ്സ് വിജയവാഡ ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. ഒരു 3 സീറ്ററിലെ വിൻഡോ സീറ്റ് ആയതുകൊണ്ടും അതിനകത്ത് 4 പാസഞ്ചർ ഒരു ലേഡി ആയതുകൊണ്ടും ഞാൻ ഒരുപാട് കവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോറിൽ നിന്ന്. ഞാനിപ്പോൾ എന്തായാലും കുറുക്കപ്പെട്ട് കഴിയുന്നവരൊക്കെ ഞാൻ ഈ ഡോർ തന്നെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ മിക്കവാറും ഞാൻ സീറ്റിൽ പോയിരിക്കും. പിന്നെ കുറച്ച് ദൂരം സീറ്റിൽ നിന്ന് തന്നെയായിരിക്കും കവറേജ്. നമ്മൾ ഈ വിജയവാഡ ചെന്നൈ റൂട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പിനാക്കിനി എക്സ്പ്രസ്സിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. സൂപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മിസ്സാവും, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് വന്ന നവജീവൻ എക്സ്പ്രസ് ആണ്. ഈ പ്ലാറ്റ്ഫോമിന് വലിയ ലെങ്ത് ഇല്ലെന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ ട്രെയിൻ 16 കോച്ചുണ്ട്. 16 കോച്ചും ലോക്കോവും കൂടി ആകുമ്പോൾ തന്നെ ഏകദേശം പ്ലാറ്റ്ഫോം നടന്നു. ഒരു 18 കോച്ച് പോലെ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്ത് മാക്സിമം. അപ്പോൾ അങ്ങനെ പുരൈച്ചിത് തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈയിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു. ഇനിയിപ്പോൾ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് എനിക്കൊന്ന് സുള്ളൂർപേട്ടയാന്ന് തോന്നുന്നു. അപ്പോഴത്തെ സൈഡിൽ നിന്ന് ഡബിൾ ഡെക്കറും പാരലൽ ഡിപ്പാർച്ചർ കാണാം. ബാംഗ്ലൂർക്കുള്ള ഡബിൾ ഡെക്കറാണത്. ഇവിടെ നവജീവൻ്റെ റേക്കിന് ഷണ്ടിയൻ 36516 WDS 6 വന്നിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ചേരൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇന്നലെ നമ്മൾ കോയമ്പത്തൂർ വെച്ച് കണ്ടായിരുന്നു ചേരൻ എക്സ്പ്രസ്സിന്. ഇതാണ് നമ്മൾ പുറപ്പെട്ട ചെന്നൈ സെൻട്രൽ. ചെന്നൈ സെൻട്രലിലെ എല്ലാ പ്ലാറ്റ്ഫോംസും ഇവിടെ കാണാം. പുറത്തോട്ടാണ് നമ്മുടെ ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ കോച്ചിങ് ഡിപ്പോ. റൈറ്റ് സൈഡിലാണ്, ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്സൺ ഹാളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. വിജയവാഡയുടെ ലോക്കോണ് 30610. ചെന്നൈ മെയിലാണ് ട്രെയിന്. ഇത് ഹൗറയിൽ നിന്ന് ഇങ്ങോട്ട് ചെന്നൈ മെയിലായിട്ട് വന്നിട്ട് തിരിച്ച് കൊറമണ്ഡൽ എക്സ്പ്രസ് ആയിട്ട് ഷാലിമാറിലേക്ക് പോകും. ഇത് ഈ വാതുക്കൽ കാണുന്ന തിരക്കുകളിലോട്ടോ. അകത്തോട്ട് വണ്ടി കാലിയാണ്. ആൾക്കാരൊക്കെ വാതുക്കൽ തന്നെ തിരക്ക് കൂട്ടുന്നിട്ടുള്ള തിരക്കാണത്. ചെന്നൈ സെൻട്രലിലോട്ട് വന്ന് EMU ആണ്. ആവടി സൈഡിൽ നിന്ന് വന്നായിരിക്കും ചുറ്റുപാടും. ഇതാണ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ യാർഡ്. ഇൻകമിംഗ് ലൈൻ കാണിച്ചായിരുന്നു.
ഇൻകമ്മിങ് വശം നമ്മൾ ഇരുട്ടത്തായിരുന്നല്ലോ. ഇതാണ് യാർഡ്, ഇതാണ് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. നമ്മൾ ജസ്റ്റ് ബേസിൻ ബ്രിഡ്ജ് സ്റ്റേഷനിലോട്ട് കയറുന്നു. ഡബിൾ ഡെക്കർ നല്ലോണം സ്പീഡ് പിടിച്ച് ഇറങ്ങിപ്പോയിട്ടോ. ഡബിൾ ഡെക്കർ വളരെ പെട്ടെന്ന് സ്പീഡ് പിടിച്ച് ഇറങ്ങിപ്പോയി. നമ്മളിപ്പോഴും ബേസിൻ ബ്രിഡ്ജിലോട്ട് കയറുന്നേ ഉള്ളൂ. ഇവിടെ റോയപുരത്തിൻ്റെ വാപ് 730408 വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മെയിലാണത്. അപ്പോൾ അതാണ് ആവടി സൈഡിലുള്ള ലൈന്. നമ്മൾ കുറുക്കുപേട്ട് സൈഡിലൂടെ ഓൾറെഡി കയറി കഴിഞ്ഞു. ഇതാണ് കുറുക്കുപേട്ട് സൈഡിലുള്ള ലൈന്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ലൈന് ടുവേർഡ്സ് എഗ്മോർ പോകും, അതായത് ബീച്ച് വഴി ബീച്ചിലോട്ട് പോകും ഒരു ലൈന്. ഒരുപാട് മോഷണങ്ങളും മറ്റും നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി കെയർഫുള്ളായിട്ട് നിന്നേ പറ്റുള്ളൂ. വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഒരു റീജിയനാണിത്. ആ റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ട്രാക്കാണ് ടുവേർഡ്സ് ബീച്ച് പോകുന്നത്. അതുവഴി റെഗുലർ ട്രെയിൻ സർവീസ് ഒന്നും എൻ്റെ അറിവിലില്ല. MT റിക്ഷണ്ടിങ് ഒക്കെ ഉള്ളൂ. റെഗുലർ ട്രെയിനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുവഴി. ചിലപ്പോഴൊക്കെ റെയറായിട്ട് സ്പെഷ്യൽ ട്രെയിൻസ് ഓടിക്കാറുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ മുകളിൽ കൂടെ ഒരു ലൈൻ പോകുന്ന കാണാം. അത് ചെന്നൈ ബീച്ചിൽ നിന്ന് വന്ന് ടുവേർഡ്സ് പെരമ്പൂർ പോകുന്ന ലൈനാണ്. നമ്മൾ ആ ലൈനിൻ്റെ മുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഭുവനേശ്വർ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ്. ഇന്ന് ആക്ച്വലി വിജയവാഡയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്തൊരു ഓൾട്ടർനേറ്റീവ് ട്രെയിൻ ഇതായിരുന്നു, ചെന്നൈ സെൻട്രൽ ഭുവനേശ്വർ. പിന്നെ എന്തുകൊണ്ടോ വിചാരിച്ചു നമുക്ക് ജനശതാബ്ദിക്ക് തന്നെ പോയേക്കാം, അതാകുമ്പോൾ നമുക്ക് ന്യൂ ഗുണ്ടൂർ ലൈനൊക്കെ കാണാമല്ലോ. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സെറ്റ് ഓഫ് ലൈൻസ് വരുന്ന കാണാം. ഇത് ചെന്നൈ ബീച്ചിൽ നിന്നും കുറുക്കുപേട്ട് സൈഡിലേക്കുള്ള ലൈനാണ്. ഇപ്പോൾ സദേൺ TNE അത് മധുരൈ സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് ടുവേർഡ്സ് ഡൽഹി പോകുന്നത്. ഇപ്പോൾ തിരുക്കുറൽ എക്സ്പ്രസ്, തമിഴ്നാട് സമ്പർക്രാന്തി, മധുരൈ സമ്പർക്രാന്തി പോലത്തെ ട്രെയിൻസൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി വന്നിട്ട് കുറുക്കുപേട്ടിൽ വെച്ച് ഈ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലൈൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെരമ്പൂർ സൈഡിൽ നിന്ന് വന്ന് കുറുക്കുപേട്ടിൽ കയറുന്ന ലൈൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനാണ്. അതുവഴിയൊക്കെ നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് കുറുക്കുപേട്ട് സ്റ്റേഷൻ.
ഇതായിരുന്നു തൊണ്ടയാർപേട്ട് സ്റ്റേഷൻ. തൊണ്ടയാർപേട്ടിലൊരു വലിയ മാർഷലിംഗ് യാർഡ് ഉണ്ട്. ഇവിടെ ഒരു ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്. ഇവിടുത്തെ ഷണ്ടിങ് ലോക്കോസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് തൊണ്ടയാർപേട്ടാണ്. ഇതിവിടെ അകത്തായിട്ടാണ് തൊണ്ടയാർപേട്ട് ഡീസൽ ലോക്കോ ഷെഡ്. ആ കാണുന്ന ലോക്കോസ് കിടക്കുന്നതൊക്കെ തൊണ്ടയാർപേട്ട് ഡീസൽ ലോക്കോ ഷെഡിലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി എറണാകുളത്തുനിന്നും ഗോൾഡൻ ഡ്രോപ്പിൽ നിന്ന് ഈറോഡിൽ നിന്ന് ഒരുപാട് ലോക്കോസുകൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതൊക്കെ റീസെൻ്റ്ലി EMDസും കിട്ടിയിട്ടുണ്ട്. ഇതാണ് തൊണ്ടയാർപേട്ട് മാർഷലിംഗ് യാർഡ്. ഇവിടെ എക്സസ് വരുന്ന കോച്ചസും കൊണ്ടുവന്നിടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗരീബ് രത്ത് പവർ കാർ കാണാം. പിന്നെ വേറെയും കുറേ കോച്ചുകളിവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം സർപ്ലസ് അല്ലെങ്കിൽ സ്ക്രാപ്പ് കോച്ചുകളാണെന്ന് തോന്നുന്നു. അത് കൂടാതെ കുറച്ച് LHBയും കിടക്കുന്നുണ്ട് ഇവിടെ. ഈ റൂട്ടിലെ ലോക്കൽ ട്രെയിനുകൾക്ക് പൊതുവെ നല്ല തിരക്കാണ്. ഒരു പ്രാവശ്യം ലോക്കൽ ട്രെയിനിൽ ഒരു എക്സ്പെഡീഷൻ നടത്താൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കാണ്. ഡോറിലോട്ടൊന്നും നിൽക്കാനേ പറ്റിയില്ല. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായി ഈ റൂട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് ട്രെയിനിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അനന്തപുരി എക്സ്പ്രസിൻ്റെ റേക്കാണ് ഈ കിടക്കുന്നത്. ചെന്നൈ എഗ്മോർ കൊല്ലം അനന്തപുരി എക്സ്പ്രസ് ബാർ ചെന്നൈ എഗ്മോർ തഞ്ചാവൂർ ഉഴവൻ എക്സ്പ്രസ്. അത്തിപ്പട്ട് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏർലി മോർണിംഗ് ഡിപ്പാർച്ചറാണുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലാണ് വെയിൽ മൊത്തം. ഈ വിൻഡോ അടച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ ട്രെയിനിൽ ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ട്. വീട്ടിലെ വട, പൊങ്കൽ വട, ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. ഒരു ട്രയൽ അടിക്കാൻ വേണ്ടി ഒരു ബ്രെഡ് ഓംലെറ്റ് മേടിച്ചു. ഇതിൽ വന്ദേ ഭാരതിൻ്റെ ബ്രാൻഡിങ് ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കവരപ്പേട്ട സ്റ്റേഷനത്താണ്. ഇവിടെയാണ് പണ്ടുള്ള കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ആ ആക്സിഡൻറ്റിൻ്റെ ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആ ആക്സിഡൻറ്റിൽ പെട്ട കോച്ചുകളൊക്കെ പുറത്ത് കിടക്കുന്നതാണ്. നായിഡുപേട്ട സ്റ്റേഷൻ നിർത്തിയിട്ട് വിട്ടതാണ്. ഞാൻ ചെറുതായിട്ട് ഉറങ്ങിപ്പോയായിരുന്നു. ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയായിരുന്നു. ഗുഡൂർ കഴിഞ്ഞു. ഗുഡൂർ കഴിയുമ്പോഴാണ് ഈ ഒരു പാലം വഴി ട്രാക്ക് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. 3rd ലൈനാണ്. ഇവിടെ കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഉള്ളൂർപേട്ടയ്ക്ക് മുമ്പേ ഉറങ്ങിപ്പോയി. കാവരപ്പേട്ടയൊക്കെ കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ നന്നായിട്ടൊക്കെ ഉറങ്ങി. നായിഡുപേട്ട വിടുന്ന കണ്ടായിരുന്നു. അതിനിപ്പോൾ എണീക്കണം എന്ന് വിചാരിച്ചു.
കുറച്ച് ഉറങ്ങിപ്പോയി. അടുത്തിരിക്കുന്ന 2 യാത്രക്കാർ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവരെ ഉണർത്തിയിട്ട് നമുക്ക് എൻ്റെ ഫ്ലോറിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുഡൂർ കഴിഞ്ഞു. ഗുഡൂരിൽ വെച്ച് നമ്മൾ സദേൺ റെയിൽവേയിൽ നിന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് നമ്മൾ കയറി. അപ്പോൾ നമ്മൾ SCRലാണ്. ഇവിടെ ലൈൻ ട്രിപ്പിൾഡാണ്. എക്സ്ട്രീം റൈറ്റ് ലൈനിലുള്ളതാണ് 3rd ലൈന്. ഒരുപാട് സ്ഥലത്ത് ട്രാക്ക് വർക്കുകൾ നടത്തുന്നുണ്ട്. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് സ്ലോ ഡൗൺ ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ സ്ലോ ഡൗൺ ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റോളം ലേറ്റാണ്. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ പതുക്കെയാണ് ഓടുന്നത്, ട്രാക്ക് മെയിൻ്റനൻസും മറ്റും കാരണം. ഇപ്പോൾ വീണ്ടും ഒരു സ്പീഡ് റെസ്ട്രിക്ഷനിലാണ്. ഭാരത് ഗൗരവ് ട്രെയിൻ എന്താണെന്ന് ബോർഡൊന്നും ഇല്ലായിരുന്നു. ട്രാക്സാണ് അതിൻ്റെ പവർ കാണിക്കുന്നുണ്ട്. ആകെ 16 കോച്ചല്ലേ ഉള്ളൂ. 16 കോച്ച് വെച്ചുകൊണ്ട് പറക്കുന്നുണ്ട്. കുമ്മാരപ്പൊടി അവിടെ മാത്രം പ്ലാറ്റ്ഫോം കാണാനില്ല, വേറെ എവിടെയും പ്ലാറ്റ്ഫോം കാണാനില്ല. ഇപ്പുറത്തൊന്നും പ്ലാറ്റ്ഫോം കാണാനില്ല. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈനാണ് പോർട്ടിലേക്ക് പോകുന്നത്. കൃഷ്ണപട്ടണം പോർട്ടിലേക്ക് പോകുന്ന ലൈനാണ് തോന്നുന്നത് റൈറ്റിലുള്ളത്. മുകളിൽ കൂടെ ഒരു ലൈൻ പോകുന്ന കാണാം. ഇവിടെ മുകളിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈൻ എൻ്റെ അറിവിൽ മറ്റേ നമ്മുടെ ഗുണ്ടക്കൽ ലൈനിൽ നിന്ന് വരുന്ന ഒരു ലൈനാണിത്. ഇതിൻ്റെ എക്സാക്റ്റ് പേരൊക്കെ ഞാൻ മറന്നു. ഞാൻ താഴെ ക്യാപ്ഷനിലിടാം. എൻ്റെ അറിവ് വെച്ചാണെങ്കിൽ ഈ ലൈനുകളെല്ലാം കൂടി ചേർന്ന് നേരെ കൃഷ്ണപട്ടണം പോർട്ടിലേക്കാണ് ചെല്ലുന്നത്. ആ പോർട്ടിലേക്കുള്ള ലൈൻ തന്നെയാണ് ആ കാണുന്നത്. അങ്ങേറ്റത്തെ കൂടെ ലൈൻ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്നതാണ്. അത് പോർട്ടിലേക്ക് പോകുന്നത്, അതായത് നെല്ലൂർ സൈഡിൽ നിന്ന് പോർട്ടിലേക്ക് പോകുന്ന ലൈനാണ് തോന്നുന്നത്.
നെല്ലൂർ സൗത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാസ് ചെയ്യണം. SR ഒരു RCF ബെൽറ്റ് മെമ്മോ ആണ്. നെല്ലൂരിലേക്കുള്ള ട്രെയിനാണ്. നമ്മളങ്ങനെ നെല്ലൂർ സ്റ്റേഷനോടെത്തി. വിജയവാഡയുടെ 22304 വാപ്പ് 4. ഇത് പിനാക്കിനി എക്സ്പ്രസ് ആയിരിക്കും. പിനാക്കിനി എക്സ്പ്രസ് നമ്മളൊരു വിജയവാഡ ടു ചെന്നൈ ട്രിപ്പിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്നും ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നെല്ലൂരെത്തി. നമ്മൾ എത്തിപ്പെടുന്ന പിനാക്കിനി വിട്ടുപോയി. പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടറൊന്നുമില്ല, വർക്ക് നടക്കുന്നുള്ളൂ. ഇവിടെ വലിയ മറ്റേ എയർ കോൺകോഴ്സിന് വർക്ക് നടക്കുന്നുണ്ട്. നമ്മളൊരല്പം ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച്. അപ്പോൾ നമ്മൾ നെല്ലൂരിൽ നിന്ന് പുറപ്പെടുകയായി. നമ്മൾ നെല്ലൂർ സൗത്ത് വെച്ച് കണ്ട മെമു ഇപ്പോൾ കയറി വരുന്നുണ്ട്. ഒരു ഹോണിഡേ കേട്ടോ അപ്പുറത്ത്. അപ്പം നമ്മളങ്ങനെ നെല്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. നല്ല ചൂടോടെ വാതൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട് വെയിലിന്. അപ്പോൾ ഈ യാത്രയിൽ നല്ലൊരു ശതമാനം അകത്തുനിന്ന് കവർ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ചൂടെടുത്തിട്ട്. ഞാനിവിടുത്തെ പുതിയ എയർ കോൺകോഴ്സ് നല്ല വീതിക്കാണ് ഇത് പണിത് വരുന്നത്. കാരണം ഇത്രയും വീതിക്കാണ് ഇത് പണിത് വരുന്നത്. ഈ നെല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞാണ് ഒരു പാലമുണ്ട്. ആ പാലം കൂടി ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഉള്ളിലേക്ക് പോകാം. വെയിൽ ഒരു രീതിക്കും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ ഈ സ്ട്രെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു എന്താ പറയുക, തെന്നാലി കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ സ്ട്രെച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. പെണ്ണ നദിക്ക് കുറുകെയുള്ള പാലമാണിത്. ഛപ്ര ചെന്നൈ എക്സ്പ്രസ് ആണ് പോയത്. km/h അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
അല്പം മുമ്പ് സിംഗറായിക്കൊണ്ട് കഴിഞ്ഞാൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ തേർഡ് ലൈൻ വർക്ക് നടക്കുന്നുള്ളൂ. തേർഡ് ലൈൻ ഇവിടെ കമ്മീഷൻ ആയിട്ടില്ല. തേർഡ് ലൈൻ അങ്ങനെ റൈറ്റ് സൈഡിൽ അവിടെ ആളിനും മുകളിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന കാണാം. കടല വേവിച്ച് സുണ്ടൽ ചന്ന മസാല. ഇൻസ്പെക്ഷൻകാരൊക്കെ വന്ന് നടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒങ്കോളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരമായി ഇരിക്കുന്നു. ഒന്നും കൂടെ വാതിലേക്ക് വന്നതാണ്. ഈ 3 സീറ്റർ സീറ്റിൽ ഡേ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ മറ്റേ സ്ലീപ്പർ ടൈപ്പ്, അതായത് AC 3 ടയറൊക്കെയാണ് പിന്നെ പോകണം. അതിൽ ഭയങ്കര പടച്ചാണ്. പോയത് സെക്കന്ദരാബാദ് തിരുപ്പതി വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. ജസ്റ്റ് ഒങ്കോൾ സ്റ്റേഷനിൽ കയറുന്നു. അവിടെ ഒരു വലിയ ഫ്രൈറ്റ് അൺലോഡിങ്ങിനുള്ള യാർഡ് റെഡിയാക്കുന്നുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഓങ്കോളെത്തി. ഇവിടെ നിന്നാണ് വന്ദേ ഭാരത് കാറ്ററിംഗ് കയറ്റുന്നത്. അവിടെ ട്രേസ് പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. വന്ദേ ഭാരതിൻ്റെ ഫുഡ് ഇവിടെ നിന്നായിരിക്കും കയറ്റുന്നത്. ഇവിടെ ഒരു മെമു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒങ്കോളിലൊന്നും അവസാനിച്ചാണ്. കാര്യം ഒങ്കോളിൽ നിന്നാണ് ബോർഡ് കിടക്കുന്നത്. മെമു കാഷ് രാജമന്ത്രി. അപ്പോൾ 11:41 നമ്മൾ ഒങ്കോളിലെത്തി. നമ്മൾ നേരെ എക്സിറ്റ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരുപാട് നേരം നിൽക്കില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോകുന്നു തോന്നുന്നു. ലേറ്റാണോ സമയത്താണോ ഞാൻ നോക്കിയില്ല. 11:41 നമ്മൾ എത്തിയത്. നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടില്ല ഇതുവരെ. 11:44 പുറപ്പെട്ടു. പൊതുവെ ജേർക്ക് വളരെ കൂടുതലാണ്. നല്ല ജേർക്കിംഗ് ഉണ്ട്. ഇതിനിടയ്ക്കും റണ്ണിനിടയ്ക്ക് നല്ല ജേർക്കുണ്ട്. റൈഡ് ക്വാളിറ്റി വളരെ മോശമാണ്. ഭയങ്കര കുലുക്കവും അതുപോലെ ഓസിലേഷൻസൊക്കെ വളരെ കൂടുതലാണ്. നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, വന്ദേ ഭാരതും LHB തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്ന ഇങ്ങനത്തെയൊക്കെ സ്ട്രെച്ചുകളാണ്. 130 km പോകുമ്പോൾ വന്ദേ ഭാരത് നമ്മൾ അറിയുക പോലുമില്ല 130 എത്തി എന്നുള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് അറിയും. ICF കോച്ച് 100 കിടക്കുമ്പോൾ തന്നെ നമ്മളറിയും. ഇതിൽ ഭയങ്കര കുലുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓങ്കോൾ കഴിഞ്ഞു. നല്ല ചൂടുണ്ട് പുറത്ത്. മേ ബി നമ്മൾ AC കോച്ചിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കൊണ്ട് ആയിരിക്കും ഭയങ്കരമായിട്ട് തോന്നുന്നത്. പക്ഷെ നല്ലോണം ചൂട് തോന്നുന്നുണ്ട്. രാമേശ്വരം അയോധ്യ കൻ്റോൺമെൻറ്റ്. അതിപ്പോൾ അയോധ്യ കൻ്റോൺമെൻറ്റിൽ നിന്ന് രാമേശ്വരത്തിലോട്ട് പോകുന്നു. ശ്രദ്ധ സേതു എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. വേട്ടാപ്പലം എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇത് വെച്ച് നമ്മൾ ഏതൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. തിരുപ്പതി ആദിലാബാദ് HS നന്ദ് കൃഷ്ണ എക്സ്പ്രസ്.
വാഗ് 7 ആണ് ലിങ്ക് 28323. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചിരാലയിലേക്ക് എത്തിയാണ്. ചിരാല. ഇനി നമുക്ക് തെന്നാലി ഉണ്ട്, ന്യൂ ഗുണ്ടൂർ ഉണ്ട്, അതിന് നമ്മൾ വിജയവാഡയിലേക്ക് എത്തും. നമ്മൾ 12:31 ആയപ്പോഴേക്കും ഇവിടെ എത്തി, ചിരാലയിലെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുന്നത് നമ്മുടെ ട്രെയിൻ. അത്യാവശ്യം നല്ലോണം ആൾക്കാർ ഇവിടെ ഇറങ്ങി. 12:32 12:04 ഇവിടെ വരുന്ന ട്രെയിനാണ്. 1.5 മണിക്കൂറിനടുത്ത് ലേറ്റാണ് നമ്മൾ. ഈ ഡിലേ മൊത്തം ട്രാക്ക് വർക്ക് കാരണമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ട്രാക്ക് വർക്ക് കാരണം വണ്ടി ഇങ്ങനെ പതുക്കെ കുറേ സ്ഥലത്ത് ഉരുട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്. അപ്പോൾ നമ്മൾ പുറപ്പെടുക ചിരാലയിൽ. സ്റ്റാർട്ട് ഡബിൾ ആംബറായി, പച്ചയായി. ഡബിൾ ആംബറല്ല, പച്ചയായി. ഭയങ്കര ചേർക്ക് പറഞ്ഞുള്ളൂ. ചേക്കടിച്ചു. ഭയങ്കര ചേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേക്ക്. സ്പീഡ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ ചേക്കാണ്. ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ ആണത്. കോച്ചിനെ ഞാൻ കുറ്റം പറയില്ല. ഇവിടെ തൊട്ടപ്പുറത്തെ കോച്ച് SLR ആണ്. അപ്പോൾ വെറുതെ ഗാർഡനോട് ചോദിച്ചാൽ അവർക്ക് എവിടം വരെ ഡ്യൂട്ടി ചോദിച്ചു. അപ്പോൾ ചെന്നൈ ടു വിജയവാഡ സിംഗിൾ ഡ്യൂട്ടിയാണ് അവർ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് രാവിലെ 7:25 എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2:55 മറ്റോ ആണ് വിജയവാഡ എത്തുന്നത്. അപ്പോൾ 7.5 മണിക്കൂറിനെടുത്തുണ്ട് ഡ്യൂട്ടി. ലിഫ്റ്റിൽ വരാനുള്ള തിരക്കുണ്ടോ? എസ്കലേറ്റർ വെച്ച് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എസ്കലേറ്റർ വെച്ചാൽ നല്ലൊരു ശതമാനം തിരക്ക് ഒരുമിച്ച് അങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ ചിരാല വിട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് തെനാലിയാണ്. തെനാലിയിൽ വെച്ചാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അതിനിടയ്ക്ക് ലഞ്ച് വന്നിരുന്നെങ്കിൽ ലഞ്ച് കഴിച്ചു വരുന്നത്. ഇതൊരു ലഞ്ചൊന്നും വന്നിട്ടില്ല. പറന്നു തുടങ്ങി നമ്മൾ. ബാപ്പട്ല സ്റ്റേഷനാണ്. നമ്മൾ ശബരിക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടാവും. ശബരി എക്സ്പ്രസിൻ്റെ ഒരു സെക്കൻഡ് ട്രിപ്പ് ടു പാലക്കാട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഭക്ഷണം വരണ്ട്, നമുക്ക് ഭക്ഷണമെല്ലാം മേടിച്ച് കഴിക്കാം. ഓ ഫുള്ളാക്കാം. ഇത് മറ്റേ ഡ്രോപ്പ് ഡൗൺ കോട്ടൺ പൊക്കിയപ്പോൾ നല്ല ഭംഗി. ഇത് എമർജൻസി എക്സിറ്റ് വിൻഡോ ആണ്, പക്ഷേ അതിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടി വൃത്തികേടെ കിടക്കുക. അപ്പോൾ ലഞ്ചിന് ഒരു ബിരിയാണി മേടിച്ചത്, എന്തുണ്ടെന്ന് നോക്കാം. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിനൊരു ബിരിയാണി എന്ന് വിളിക്കാൻ പാടില്ല. ഇതൊരു സ്പൈസ്ഡ് റൈസ്, കുറച്ച് വേവിച്ച ക്യാരറ്റും പട്ടാണിയും ബീൻസും ഇട്ടിട്ടുണ്ട്. നല്ല എരിവുണ്ട്. ഫ്ലേവറൊന്നും പറയാൻ പറ്റില്ല. ബലാസ് ഡംപ് ചെയ്ത ട്രക്കുകൾ കിടക്കുന്നുണ്ടോ?
അപ്പം നമ്മൾ ജസ്റ്റ് തെനാലി ജംഗ്ഷനിലോട്ട് കയറാൻ പോകുന്നു. ഇവിടെ തെനാലിയിലൊരു മൂലക ലാലാഗുഡിയുടെ 30425 ഒളിച്ചു കിടക്കുന്നുണ്ട്. ഏതാ ട്രെയിൻ എന്ന് പറയുന്നത്? അതിൻ്റെ പുറകിലൊരു റേക്കുണ്ട്. അതിലൊരു AC ചെയർക്കാർ കോച്ച് കാണാനുണ്ട്, പിന്നെ AC എക്കണോമി കോച്ച് കാണാനുണ്ട്. ഏതാ ട്രെയിൻ എന്നറിയില്ല. എന്നാലും പ്ലാറ്റ്ഫോമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണത്. വിശാഖപട്ടണം ലിങ്കംപള്ളി ആണ് ഇരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് തെനാലി ജംഗ്ഷനിലേക്ക് എത്തി. ഇവ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് നേരെ ടുവേർഡ്സ് വിജയവാഡ പോകുന്നതിന് പകരം നമ്മൾ ലെഫ്റ്റ് എടുത്ത് ന്യൂ ഗുണ്ടൂർ ജംഗ്ഷൻ വഴിയാണ് പോവുക. അപ്പം അങ്ങനെ തെനാലി ജംഗ്ഷനിലെത്തി. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 1:16. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. 1:16 നമുക്ക് 2:55 നമ്മുടെ വിജയവാഡ ടൈം. നമുക്ക് ഇവിടുന്ന് ഒരു 55 കിലോമീറ്ററോ മറ്റുമാണ് ഇനി ഉള്ള ദൂരം. അത്രയും ദൂരമേ ഉള്ളൂ. അത്രയും ദൂരം ഓടാൻ നമുക്കിനി 1.5 മണിക്കൂറിന് മേലെ ഉണ്ട്. ഓടിയെത്തുമായിരിക്കും ടൈമിന്. അങ്ങേ അറ്റത്ത് കിടന്നതായിരുന്നു ട്രെയിൻ. വിശാഖപട്ടണം വണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി തുടങ്ങി. അപ്പോൾ അതിവിടെ റിവേഴ്സിലായിരുന്നു തോന്നുന്നു വണ്ടിക്ക്. ആ റേക്കിൻ്റെ പുറകിൽ വാപ്സവനും ഉണ്ട്. 30425 ലാലാഗുഡിയുടെ. എന്ത് സംഭവം മനസ്സിലാവുന്നില്ല. വാപ്സൺ ബാക്കിൽ നിന്ന് പോകുന്നുമുണ്ട്. വിശാഖപട്ടണം ലിങ്കംപള്ളി. ഒന്ന് 35 ഫൈനലി എടുത്തു നമ്മൾ തെനാലിയിൽ നിന്ന്. ഏകദേശം 20 മിനിറ്റ് ഇവിടെ കിടന്നു. തെനാലി ജംഗ്ഷനിൽ ഒരു വലിയ ബോർഡുണ്ട്, ചെന്നൈ വിജയവാഡ ആൻഡ് ഗുണ്ടൂർ റേപ്പള്ളി പാസഞ്ചേഴ്സ് ട്രെയിൻ ചേഞ്ച് ചെയ്യാം. ആ നേരത്തെ കണ്ട വണ്ടിയാണ് ജന്മഭൂമി എക്സ്പ്രസ്, വിശാഖപട്ടണം ലിങ്കംപള്ളി. ഇവിടെയൊക്കെ അമൃത് ഭാരത് വർക്കാണ് കണ്ട്. ഇവിടെയൊക്കെ വലിയ ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. ഇങ്ങോട്ടെങ്കിൽ എന്തോ എസ്കലേറ്ററോ മറ്റോ ആണെന്ന് തോന്നുന്നു വരുന്നത് കണ്ടിട്ട്. കുറേ വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഗുഡൂർ വിജയവാഡ മെമു വരാനുണ്ട്. അതിന് നമ്മൾ കുറച്ച് നേരത്തെ ഓവർടേക്ക് ചെയ്തായിരുന്നു. ഞാൻ ക്യാപ്ചർ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കൃഷ്ണ എക്സ്പ്രസ് നമ്മൾ നേരത്തെ ഓവർടേക്ക് ചെയ്തായിരുന്നു. കൃഷ്ണ എക്സ്പ്രസ്സും വരാനുണ്ട് ഇവിടെ.
അപ്പോൾ അങ്ങനെ തെന്നാലി ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നേരെ ടുവേർഡ്സ് ഗുണ്ടൂർ പോവും. ഗുണ്ടൂരത്തിന് അല്പം മുമ്പ് നമ്മൾ തിരിഞ്ഞ് ന്യൂ ഗുണ്ടൂറിലേക്ക് കയറും. നേരെ പോകുന്ന ലൈന് നേരെ വിജയവാഡയിലേക്ക് പോകും. നമ്മളന്ന് പിനാക്കിനി എക്സ്പ്രസ് ഇപ്പോൾ നമ്മൾ അതുവഴിയായിരുന്നു വന്നത്. നമ്മളിപ്പോൾ ടുവേർഡ്സ് ഗുണ്ടൂർ തിരിഞ്ഞു. അപ്പോൾ ആ കാണുന്നതാണ് മെയിൻ ലൈന്, ചെന്നൈ വിജയവാഡ മെയിൻ ലൈന്. ഇവിടെ വെച്ചൊരു ഡിവിഷൻ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഗുണ്ടൂർ ഡിവിഷനിലേക്ക് കയറാണ്. ഇത്രയും നേരം വിജയവാഡ ഡിവിഷനിലായിരുന്നു. നമ്മൾ വീണ്ടും വിജയവാഡ ഡിവിഷനിലേക്ക് തന്നെ വരും. വിജയവാഡ ഡിവിഷനിലാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇതേ റൂട്ട് വഴി നമ്മൾ ശബരി എക്സ്പ്രസ് പോകുന്നത്. ശബരി എക്സ്പ്രസ് ഇങ്ങനെ തെനാലി വന്നിട്ട് ഇങ്ങനെ കയറി ഗുണ്ടൂറിൽ പോയിട്ട് അങ്ങനെയാണ് സെക്കൻഡറാബാദിലോട്ട് പോകുന്നത്. നമ്മൾ ശബരി എക്സ്പ്രസ് നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഈ വഴി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തെങ്ങ് കാണാനുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും തെങ്ങ് എന്നുള്ള സാധനമില്ല, എല്ലാം പനയാണ്. പന മാത്രമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പൊതുവെ കാണിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഭൂമി പോലെ ഉണ്ട് കണ്ടിട്ട്. ഈ പ്രദേശം വെള്ളം കെട്ടിയത് ക്വാറിയായിരുന്നു തോന്നുന്നു. അതിനൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതല്ലാണ്ട് പുഴകളോ തോടുകളോ അങ്ങനെയൊന്നും ഒരുപാട് മീൻസ് അങ്ങനെ പച്ചപ്പുള്ളൊരു പ്രദേശമായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട്. വരൾച്ച ശ്രദ്ധിക്കാം നമുക്ക്. എന്തിതായിട്ടാണ് ചോളം കൃഷിയാണെന്ന് തോന്നുന്നു. ചോളം പോലെ തന്നെ ഒരു സാധനമാണ് കൃഷി ചെയ്യുന്നത്. അതല്ലാണ്ട് വേറെ എവിടെയും ഒന്നുമില്ല. വീണ്ടെന്ന് പറയുന്നത് കാലിയാണ്. പാടങ്ങൾ കാണാം. അപ്പുറത്ത് ദൂരെയുടെ കുറച്ച് ബിൽഡിങ്സ് ആണ്. എനിക്കൊന്ന് ഗുണ്ടൂർ ടൗൺ ആണെന്ന് തോന്നുന്നു. ഇവിടെ മൂന്നാമത്തെ ലൈൻ ഇടാൻ പോകണമെന്നൊരു സംശയം. കാര്യം അവിടെ റീറ്റൈനിങ് വാളൊക്കെ പണിയുന്നുണ്ട്. ലാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ട്രാക്കിന് പോകാനുള്ള സ്ഥലമുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഇനി ഇവിടെ തേർഡ് ലൈൻ വരുവാണോ? ഇവിടെ ലോക്കൽ ലൈൻ പാസ് ചെയ്യുന്നത് കാണാം. നമ്മളങ്ങനെ ലൈൻ കടന്ന് റൈറ്റിലോട്ട് കയറി പോന്നു. ഈ ലൈനാണ് നേരെ പോയത് ഗുണ്ടൂർ സ്റ്റേഷനിലേക്ക് ആയാലും.
നേരെ കാണുന്ന ലൈനിൽ നിന്നാണ് ഗുണ്ടൂരിലേക്ക് പോകുന്നത്. നമ്മൾ ഇതുവഴിയാണ് ശബരി എക്സ്പ്രസ്സിന് യാത്ര ചെയ്തിട്ടുള്ളത്. ശബരി എക്സ്പ്രസ് വന്നപ്പോൾ ആക്ച്വലി ഫുൾ ലെങ്ത് ഞാൻ റൈറ്റ് സൈഡിലാണ് നിന്നത്. അതുകൊണ്ട് ഈ ലൈൻ ഞാനന്ന് കാണിച്ചു തന്നില്ലായിരുന്നു. ഇതാണ് ഒരു ബൈപ്പാസ് ലിങ്ക് ലൈൻ പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ബൈപ്പാസ് ലൈൻ സിംഗിൾ ലൈനാണ്, ഡബിൾ ലൈനല്ല, സിംഗിൾ ലൈനാണ്. എന്താ ട്രാഫിക്. വേ ടു ന്യൂ ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷന് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2:06 നമ്മൾ ന്യൂ ഗുണ്ടൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 2:07 നമ്മൾ ന്യൂ ഗുണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു പഴയ സ്റ്റീം ക്രെയിനൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. സമയം 2:08. ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മെയിൻ ലൈൻസ്. ഇതാണ് ഗുണ്ടൂർ വിജയവാഡയിലോട്ട് പോകുന്ന മെയിൻ ലൈൻസ്. അതിലേക്കാണ് നമ്മൾ മേർജ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വിജയവാഡ സൈഡിൽ നിന്ന് വരുന്ന മെയിൻ ലൈന്. സോറി, ഗുണ്ടൂരിൽ നിന്ന് വിജയവാഡയിലേക്ക് പോകുന്ന മെയിൻ ലൈൻ. ഇതിലേക്കാണ് നമുക്ക് മേർജ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടായിരുന്നു ന്യൂ ഗുണ്ടൂർ.
കണ്ടെയ്നർ ടെർമിനൽ ഈ സൈഡിലായിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനായിരുന്നു. റെട്ടിപ്പാലം റെട്ടിപ്പാലം എന്ന് പറഞ്ഞ ക്യാബിനാണിത്. അവരാണ് ന്യൂ ഗുണ്ടൂർ സ്റ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഗുണ്ടൂരിലേക്കുള്ള മെമോ ആണ് തോന്നുന്നത്. ഇന്റർസിറ്റി എക്സ്പ്രസ്. ഇത് സെക്കൻഡറാബാദ് മറ്റു പറഞ്ഞ ഗുണ്ടൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നു. അതിപ്പോൾ പോയത് ആഫ്റ്റർ ട്രെയിൻ. ഇതൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമായ അമരാവതിയുടെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാര്യം ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുമിച്ച് പണി നടക്കുന്നുണ്ട്. അതുപോലെ കുറേ വില്ലകൾ, അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെയൊക്കെ ഒരുമിച്ച് പണിയുന്നുണ്ട്. ഇത് അമരാവതിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ നിന്ന് സ്റ്റേഡിയം പോലെയൊക്കെ ഉണ്ട്, ഫ്ലഡ് ലൈറ്റൊക്കെ കാണാം. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള സംഭവം തന്നെയാണിത്. അമരാവതിയുടെ പാർട്ടാണോ എന്താണെന്നുള്ള അറിയില്ല. ഞാൻ എന്തായാലും മാപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. വിജയവാഡ ഹുബ്ബള്ളി എക്സ്പ്രസ് ആയിരുന്നത്. ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണോ? ഇവിടെ കുന്നിൻ്റെ മുകളിൽ നിന്നൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇതാണ് മംഗളഗിരി സ്റ്റേഷൻ. അമരാവതിക്കുള്ള റെയിൽ ഹെഡ് ഇതാണ്. ട്വിൻ ഗുഡ്ഡി ജീനൻ ഹോൾഡായിരുന്നു. അതായിരുന്നു മംഗളഗിരി സ്റ്റേഷൻ. നേരത്തെ മുതൽ അമരാവതിയുടെ റെയിൽ ഹെഡാണ് മംഗളഗിരി.
മലയാണെന്ന് തോന്നുന്നു, മംഗളഗിരി. കാര്യം ഈ മലയ്ക്ക് ചുറ്റുമാണ് രണ്ട് സൈഡ് കൂടെ ട്രാക്ക് പോകുന്നത്. മലയുടെ അപ്പുറത്തെ സൈഡ് കൂടെയാണ് മറ്റേ ട്രാക്ക് പോകുന്നത്, നമ്മുടെ മെയിൻ ലൈൻ പോകുന്നത്. നമ്മളിപ്പോൾ അധികം താമസിച്ചത് കൃഷ്ണ കനാൽ ജംഗ്ഷനിൽ എത്തും. കൃഷ്ണ കനാൽ ജംഗ്ഷൻ വെച്ച് നമ്മൾ മറ്റേ ലൈനിൽ മീറ്റ് ചെയ്യും. മറ്റേ ലൈൻ ഞാൻ പറയുന്നത് ചെന്നൈ എന്നുള്ള വിജയവാഡ മെയിൻ ലൈനിലാണ്. കൃഷ്ണ കനാൽ ജംഗ്ഷൻ്റെ ഹോം സിഗ്നലാണിത്. കഴിഞ്ഞാണ് അങ്ങ് ദൂരെ കാണുന്ന വലിയ പോർട്ടൽസാണ് മെയിൻ ലൈന്. നമ്മൾ അതിലേക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതുവഴി ഒരു G7 ഹോൾഡ് ട്രെയിൻ പോകുന്നു. ഗുണ്ടക്കലിലെ G7 ആണ്. തെലുങ്കിലുള്ളൊരു ബോർഡാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. ലേഡീസ് എന്നുള്ള മാത്രം മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ്സും ചേർക്കാറൊക്കെ ഉള്ളൊരു ട്രെയിനാണ്, വല്ല പാസഞ്ചർ ട്രെയിനും ആയിരിക്കും. പലനാട് എക്സ്പ്രസ് ബാർ സിംഹാദ്രി എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് മേർജ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ കാണുന്നതിലെ ലെഫ്റ്റ് സൈഡിൽ 2 ലൈനുകളാണ് മെയിൻ ലൈൻസ്. കൃഷ്ണ കനാൽ ജംഗ്ഷനിൽ 3 ഫ്രൈറ്റേഴ്സ്, ഒരു ട്വിൻ G7 ഹോൾഡും പിന്നെ അപ്പുറത്ത് 2 G9 ഹോൾഡും. അല്ല, രണ്ടാമത്തെ G9 ഹോൾഡും നമുക്ക് കാണാൻ പറ്റില്ല, അകത്താണത്. നമ്മൾ കൃഷ്ണ കനാൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഫൈനലി. ഇനി അല്പം മുന്നോട്ട് കയറിയിട്ട് നമ്മൾ മെയിൻ ലൈനോട് ജോയിൻ ചെയ്യും. മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വിജയവാഡയിലേക്ക് കയറും. നമുക്ക് പക്ഷേ ക്ലിയർ ആൻസായി നമ്മൾ നേരെ മെയിൻ ലൈനിലോട്ട് കയറാൻ പോവാണ്. അപ്പുറത്ത് വന്നൊരു G9 ആണ്, ഫ്രൈറ്റാണത്.
എന്തായാലും നമ്മൾ പോയിട്ട് പോകുള്ളൂ. കിലോമീറ്റർ. ഇത് മോസ്റ്റ്ലി ചെന്നൈ സെൻട്രലിൽ നിന്നുള്ള ദൂരമായിരിക്കണം. ഇത് ബക്കിംഗ്ഹാം കനാലാണ്. ചെന്നൈയിലുണ്ട് ബക്കിംഗ്ഹാം കനാൽ. ഇതാ തന്നെയാണ് ബക്കിംഗ്ഹാം കനാലാണ്. നമ്മളിപ്പോൾ ആദ്യം താമസിച്ചത് കൃഷ്ണാനദി വാസി. അതുവഴി ഏതൊരു ട്രെയിൻ പാർന്നടിച്ച് വരുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിൽ കൂടെ. ത്രീ 0615 ആണല്ലോ റോയപുരത്തിൻ്റെ. തിരുച്ചിറപ്പള്ളി മാത്രം വായിക്കാൻ പറ്റുന്നുണ്ട്, ബാക്കി വായിക്കാൻ പറ്റുന്നില്ല. തിരുച്ചിറപ്പള്ളി ഹൗറ ആയിരിക്കും. അപ്പോൾ വല്ലാത്ത ചെറുക്കും. അപ്പം നമ്മളങ്ങനെ കൃഷ്ണ നദിക്ക് കൂടുതലുള്ള പാലത്തിലേക്ക് കയറുകയാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ മറ്റേ സൈഡ്, അതായത് ആ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്ത് നിന്നുള്ള വിഷ്വൽസ് കാണാം. ഇപ്പുറത്തെ സൈഡിൽ ഒരു പാലം കൂടി ഉണ്ട്. കാര്യം ഇത് ട്രിപ്പിൾ ലൈൻ സെക്ഷനാണല്ലോ. ഈ സൈഡിൽ ഒരു പാലം കൂടി ഉണ്ട്. അങ്ങേയറ്റത്തോട്ട് മാതിരിയാണ് പ്രകാശം ബരാജ കാണുന്നത്. പുഴയ്ക്കിവിടെ എന്താ വീതിയും ശ്രദ്ധിച്ചോ?
അപ്പോൾ അങ്ങനെ കൃഷ്ണ നദി കടന്നു. ഇപ്പോഴത്തെ സൈഡിൽ വിജയവാഡയുടെ ഒരു P739099 കിടക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേഷനിലോട്ട് ജസ്റ്റ് കയറുന്നു. കൃഷ്ണനദിയിൽ നിന്നുള്ള വെള്ളം തന്നെ ഫ്ലോ ആവുന്നൊരു കനാലാണെന്ന് വെച്ചാൽ നിറച്ച് വേസ്റ്റാണിത്. അങ്ങ് ദൂരെ മറ്റേ മലയുടെ മുകളിലൊരു അമ്പലമൊക്കെ കാണാം. സ്റ്റേഷനുള്ളിലേക്ക് വരുന്നു. ഞാൻ ആക്ച്വലി സീറ്റിലേക്ക് തിരിച്ചാനുള്ള കാരണം വെച്ചാൽ ക്യാമറ വല്ലാണ്ട് ഓവർ ഹീറ്റ് ആവുന്നു. അതുകൊണ്ട് ചാർജ് വല്ലാണ്ട് ഇറങ്ങിപ്പോകുന്നല്ലേ. ഇപ്പോൾ നമുക്ക് സൈൻ ഔട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എ സിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്ന് ക്യാമറ തണുത്ത് കിട്ടുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. വിജയവാഡ സ്റ്റേഷൻ ഒരു എക്സ്ട്രീം എൻഡിലെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ എത്രയെന്ന് അറിയില്ല. എക്സ്ട്രീം എൻഡിൽ എന്തായാലും പ്ലാറ്റ്ഫോം 10 ആണെന്ന് തോന്നുന്നു. ബാക്കി ഞാൻ ഇറങ്ങിയിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞു. നമുക്ക് എന്താ പറയുക, ട്രെയിനിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങിയേക്കാം. പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. തിരുവനന്തപുരം പ്ലാറ്റ്ഫോം നമ്പർ 10 വന്നിരിക്കുന്നത്. നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി സ്റ്റേഷന് പുറത്തേക്ക് പോകാം. എന്തായാലും ചെന്നൈയിൽ നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ പുറത്ത് EIR22 ഒരു പഴയ സ്റ്റീം ലോക്കോ ഫെയറി ക്വീൻ അവർ ഇത് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വിജയവാഡയിൽ എത്തിയിരിക്കുകയാണ്. വിജയവാഡ സ്റ്റേഷനത്തിൽ നിന്നുകൂടി യാത്ര അവസാനിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോന് ലെങ്ത്ത് കുറവായിരുന്നു, കാര്യം നമുക്ക് ഒരുപാടൊന്നും ഡോറിൽ പോയി നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഉണ്ടായിരുന്ന ലെങ്ത്തിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സൊക്കെ വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്കെന്നാൽ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ്. സീ യു വെരി സൂൺ ഇൻ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.